ശർക്കര മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1/4 ഭാഗത്തോളം ചിരകി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 4 വലിയ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 സ്പൂണ് ചായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു പഴയ പാത്രം എടുക്കുക. നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പാത്രം എടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ നടുവശത്തായിട്ട് ഇതുപോലെ ഒരു പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്താണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇറക്കി വെച്ച് കൊടുക്കുക. ശേഷം ആ പാത്രത്തിന് ചുറ്റിനുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ച് കൊടുക്കുക. അതിൻ്റെ മീതെ ഇതുപോലൊരു കുഴിയുള്ള പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം ചൂടായി വരുമ്പം കുറച്ച് തണുപ്പുള്ള ഐസ് വാട്ടർ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഇതിപ്പം ഒരു ബാച്ച് ഞാൻ തുറന്ന് നോക്കണേരം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നീരാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ 2ാം റൗണ്ട് ഒന്നും കൂടി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഉരുകാനുണ്ടെന്ന് തോന്നിയിട്ട് ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് വെള്ളം മാറ്റിയിട്ട് കേട്ടോ. അപ്പോൾ അത് അത്രത്തോളം വീണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 1-2 തവണയൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് ബാച്ച് തന്നെ ഇങ്ങനെ പൊക്കി നോക്കണേരം അത്യാവശ്യം വെള്ളം ഉണ്ട് ുണ്ടെങ്കിൽ അത് വേഗത്തിലൊന്ന് കൈയൊന്നും പൊള്ളിക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഈ ഒരു പാത്രം തന്നെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. മീതെ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് ചൂടായി വന്നിട്ടുണ്ടാവും. അത് നമുക്ക് മാറ്റിയിട്ട് നല്ല ഐസ് വാട്ടറോ അല്ലെങ്കിൽ സാധാ വാട്ടറോ ഒക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ 2 ബാച്ചായിട്ട് ഞാനിത് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ മൈലാഞ്ചി വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തണുത്തതിന് ശേഷം ഇതിങ്ങനെ അടർന്ന് ഇങ്ങനെ പോരുകയും ചെയ്യും. ഈ പാത്രം പിന്നെ നമുക്ക് മറ്റൊന്നിനും യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പാത്രം വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ. ഇനി മൺചട്ടി ആണെങ്കിലും ഇതുപോലത്തെ പഴയ പാത്രമാണെങ്കിലും ഒക്കെ നമുക്ക് പറ്റൂട്ടെ. ഏത് പാത്രത്തിലാണെങ്കിലും ഇങ്ങനെ മൈലാഞ്ചി വെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് എത്രയാണോ വെള്ളം മൈലാഞ്ചിയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു പാത്രത്തിലേക്ക് മൈലാഞ്ചി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് മിക്സ് ആക്കിയിട്ട് മൈലാഞ്ചിൻ്റെ ഒരു പരിവുണ്ടാവുമല്ലോ അതേപോലെ ആക്കി എടുത്തിട്ട് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 തവണ ഇട്ടിട്ടുള്ള മൈലാഞ്ചിയാണ് ഈ ഒരു കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചോന്നിട്ടുണ്ടെന്ന് പറയാം. അത്യാവശ്യം നല്ല രസമുള്ളൊരു ചോപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഇത് ഇങ്ങനെ ചുമന്ന് വരും കേട്ടോ. അപ്പോൾ കാലിൽ ഞാൻ ഒറ്റ തവണ ഇട്ടപ്പോഴേക്കും നന്നായിട്ട് തന്നെ ചോന്നിട്ടുണ്ട്. കയ്യിൽ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൈലാഞ്ചി തന്നെയാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.